നക്ഷത്രക്കുഞ്ഞ് കഥ തുടരുന്നു. ഭാര്യ ആസ്പത്രിയിൽ കിടന്നാണ് പ്രസവിച്ചത്. വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ആകാംക്ഷയോടെ ഓടിപ്പോയി. ഒരാൺകുട്ടിയുടെ ചിത്രം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രസവാശുപത്രിയിൽ 7-ാം നമ്പർ മുറിയിൽ കടന്നപ്പോൾ ഭാര്യ ഒരു നീല കമ്പിളിപ്പുതപ്പ് കൊണ്ട് കഴുത്തറ്റം മൂടിക്കിടക്കുകയായിരുന്നു. അവളുടെ അരികിൽ ചുവന്ന ഫ്ലാനൽ പുതപ്പിൽ എൻ്റെ കുഞ്ഞ് കിടന്നിരുന്നു. ഒരാൺകുട്ടിയുടെ മുഖം പോലെ തോന്നി. നീലപ്പുതപ്പ് കൊണ്ട് കഴുത്തറ്റം മൂടി മയങ്ങിക്കിടക്കുന്ന എൻ്റെ ഭാര്യയും ചുവന്ന ഫ്ലാനൽ കൊണ്ട് കഴുത്തറ്റം മൂടി പുതപ്പിച്ചുകൊണ്ട് കിടത്തിയിരിക്കുന്ന കുഞ്ഞുമോളും രണ്ടും ഒന്നാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഒരേ വാർപ്പ്. കുഞ്ഞുമോൾ പ്രസവിച്ച വലിയൊരു പെൺകുട്ടിയാണ് സുനന്ദയെന്നും സുനന്ദ പ്രസവിച്ച ഒരു ചിടുങ്ങ് പെണ്ണാണ് കുഞ്ഞുമോളെന്നും തോന്നിപ്പോയി. അത്രയ്ക്കുണ്ട് രൂപസാമ്യം. ഈശ്വരൻ്റെ മറിമായങ്ങളെപ്പറ്റി തെല്ലിട ഓർത്തുപോയി. പിറവിയിൽ ദൈവം പ്രയോഗിക്കുന്ന പ്രതിഫലന ശക്തി എത്ര അത്ഭുതകരമാണ്. മനുഷ്യക്കുട്ടികളും പട്ടിക്കുട്ടികളുമൊക്കെ അതിൻ്റെ സൃഷ്ടാക്കളുടെ രൂപത്തിലും ഭാവത്തിലും നിറത്തിലും ജനിക്കുന്ന നാം കാണുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? തള്ളയും കുഞ്ഞും സുഖമായി ഉറങ്ങുകയാണ്. കൂത്താട്ടുകുളത്തുനിന്ന് ട്രാൻസ്ഫറായി തലേന്ന് ജോലിയിൽ പ്രവേശിച്ചു. ഡ്യൂട്ടിയിൽ നിൽക്കുന്ന നേഴ്സ് മാധുര്യത്തോട് പറഞ്ഞു, നല്ല സ്വരം, വൃത്തിയും വെടിപ്പുമുള്ളൊരു മുറിയിൽ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അടുത്ത് കിടക്കുന്ന കസാല എൻ്റെ അരികിലേക്ക് നീക്കിയിട്ടുകൊണ്ട് ചോദിച്ചു, കുഞ്ഞുമോളുടെ അച്ഛനാവുമല്ലേ? അതെ. കണ്ടപ്പോൾ ചായ തോന്നി. ആരുടെ? ആ കുഞ്ഞിന് സാറിൻ്റെ ചെവിയും മൂക്കുമാണ് കിട്ടിയിരിക്കുന്നത്. നേഴ്സ് മോശക്കാരിയല്ല, മനോവിജ്ഞാനീയ ബോധമുണ്ട്. പെരുമാറാൻ അറിയാം, ആർക്കും ഇഷ്ടം തോന്നിപ്പിക്കും, സുന്ദരിയുമാണ്. ഞാൻ നേഴ്സിനോട് ചോദിച്ചു, സിസ്റ്റർ തലേന്ന് രാത്രി വിഷമങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? പറയത്തക്ക വിഷമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ പ്രസവവേദന തലവേദനയല്ലല്ലോ. ഒട്ടും ഉറങ്ങിയില്ലേ? കടിഞ്ഞൂൽ പ്രസവമല്ലേ, അല്പം വിഷമിച്ചു. രാത്രി വേദന വർദ്ധിച്ചു വന്നപ്പോൾ അമർത്തി പിടിക്കാൻ വെയിറ്റ് ബോക്സ് വെച്ചു കൊടുത്തു. പുരുഷന്മാർ ഇതൊക്കെ വല്ല അറിയുന്നുണ്ടോ? പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വതയുള്ള ഈ സുന്ദരിയായ നഴ്സ് ഒരിക്കലെങ്കിലും പ്രസവിച്ചിട്ടുണ്ടാവുകയില്ലേ? ഞാൻ അവരെ നോക്കി അർത്ഥഗർഭമായോ എന്ന് ചിരിച്ചു. പെട്ടെന്ന് ഭാര്യ ഉണർന്നു. കട്ടിലിനോട് ചേർത്തിട്ടിരിക്കുന്ന കസാല എന്നെ കണ്ടപ്പോൾ എല്ലാ വേദനയും സുനന്ദ മറന്നതുപോലെ ഉണ്ടായിരുന്നു. ആ പതിറ്റടിപ്പ് പോലെ അവൾ ചിരിച്ചു. ഞങ്ങളിപ്പോൾ അച്ഛനും അമ്മയുമായിരിക്കുന്നു. ഇന്നലെ അവരെ കുട്ടികളായിരുന്നു. പിന്നെ ഭാര്യയും ഭർത്താവുമായി. എന്തെല്ലാം ദശാവിശേഷങ്ങൾ കടന്നു പോകുന്നു. കുഞ്ഞുമോളെ കണ്ടില്ല എന്ന മട്ടിൽ സുനന്ദയുടെ കണ്ണുകൾ ചുവന്ന ഫ്ലാനലിലേക്ക് തിരിഞ്ഞു. നീ ജയിച്ചിരിക്കുന്നു. നിന്റെ ശക്തികുളങ്ങര ഭഗവതിയും ഞാനും ഗുരുവായൂരപ്പനും നിങ്ങളോട് തോറ്റു. ഞങ്ങളുടെ നർമ്മ സംഭാഷണത്തിൽ തലയിടുന്നത് ഭംഗിയല്ലെന്ന് മനസ്സിലാക്കിയ നേഴ്സ് മുറി തുറന്ന് എന്തോ എടുക്കാൻ കൊണ്ടുവരാനെന്ന മട്ടിൽ പുറത്തേക്ക് പോയി. ഞാൻ കുഞ്ഞുമോളെ തൊട്ടിരുന്നു. അവളുടെ കവിളിൽ ഉമ്മ കൊടുത്തു. കുഞ്ഞുമോളെ കാണാനായി പലരും ആസ്പത്രിയിൽ വന്നിരുന്നു. സന്ധ്യ, ബന്ധുക്കൾ എല്ലാം തന്നെയുണ്ട്. മുറിയിലിരിക്കാൻ ഇടമില്ലാത്തവണ്ണം ഓരോരുത്തരായി വന്നും പോയും ഇരുന്നു. ഇതൊരു ദൈവപ്പിറവിയൊന്നുമല്ലല്ലോ. ഞാനെന്നെ സംശയിക്കാൻ തുടങ്ങിയിരുന്നു. 18 വർഷങ്ങൾക്ക് ശേഷം അവളുടെ വീട്ടിൽ ആദ്യമായി ഉണ്ടാകുന്ന പ്രജയാണ്. സാധു കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ കൊടുത്തു. അഗതികളായ അമ്മമാർക്ക് എണ്ണ കൊടുത്തു. കുഞ്ഞുമോൾ. ഈ കഥ നാളെ തുടരും.